അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലെത്തുമ്പോൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്നതും പലരും തെറ്റിദ്ധരിച്ചതും പലരും തെറ്റിദ്ധരിപ്പിച്ചതുമായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത്, എന്താണ് ഖിയാമുൽ ലൈൽ, എന്താണ് ഖിയാമു റമദാൻ, ഈ രണ്ട് നിസ്കാരങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഇവയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഏറ്റവും ലളിതമായി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഖിയാമു റമദാനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത്, വിശുദ്ധ റമദാനിൻ്റെ ആദ്യ രാവ് മുതൽ അവസാന രാവ് വരെ പ്രത്യേകം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് യഥാർത്ഥത്തിൽ ഖിയാമു റമദാൻ എന്നത്. അപ്പോൾ ഖിയാമു റമദാൻ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം അത് തറാവീഹ് നിസ്കാരം തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങൾ. ഒന്ന്, ഈ തറാവീഹ് നിസ്കാരം റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ മാത്രം പ്രത്യേകം സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല, മറിച്ച് റമദാനിൻ്റെ എല്ലാ രാവുകളിലും സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്നത്. അടുത്തത്, എത്രത്തോളം എന്ന് വെച്ചാൽ ഫുഖഹാക്കൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരാളെ നീയത്തിൽ തറാവീഹ് എന്ന് കരുതുന്നതിന് പകരം ഖിയാമു റമദാൻ എന്ന് കരുതിയാൽ അവൻ്റെ നീയത്ത് ശരിയാകും എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കാനുള്ള സമയം ഇശായി നിസ്കാരം കഴിഞ്ഞതു മുതൽ സുബ്ഹി ബാങ്ക് വരെയാണ്. സുബ്ഹി ബാങ്ക് വരെ ഇതിനക്ക് സമയമുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം ആദ്യ സമയത്ത് തന്നെ ഇത് നിർവഹിക്കലാണ്. അപ്പോൾ സമയങ്ങൾ വെച്ച് ആദ്യ സമയത്ത് തന്നെ തറാവീഹ് നിസ്കാരം നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഇശായി നിസ്കാരം കഴിഞ്ഞ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് നേരെ തറാവീഹ് നിസ്കരിക്കലാണ് നല്ലത്. അല്ലാതെ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി സമയത്തെ വെറുതെ പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ചിലർക്ക് ജോലികളോ മറ്റോ ആവശ്യങ്ങളോ കാരണം രാത്രി 10 മണിക്കോ 12 മണിക്കോ 2 മണിക്കോ തറാവീഹ് നിസ്കരിക്കേണ്ടി വരുന്നുണ്ടാകാം. അതിനെപ്പറ്റിയൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. വെറുതെ നമ്മൾ പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് നല്ലത്. ഇനി മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലെത്തിയാലും തറാവീഹ് നിസ്കാരം ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് നല്ലത്. ഇനി തറാവീഹ് നിസ്കാരം 20 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ്. ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാവുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. തറാവീഹ് നിസ്കാരത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതേ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഖിയാമു റമദാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം തന്നെയാണ്. ആദ്യം നമ്മൾ ആ കാര്യം മനസ്സിലാക്കാം. അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖിയാമുൽ ലൈലിനെ പറ്റിയാണ്. അതായത്, ഖിയാമുൽ ലൈൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ എന്നാണ്. അങ്ങനെ വരുമ്പോൾ രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് ഖിയാമുൽ ലൈൽ എന്ന് പറയും. ഖിയാമുൽ ലൈൽ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മൾ രാത്രിയിൽ പ്രത്യേകം നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരവും അതേപോലെ വിത്ർ നിസ്കാരവും ഒക്കെ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റമദാനിൻ്റെ അവസാനത്തെ 10 രാവുകളിൽ മാത്രം പ്രത്യേകം ഒരു ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന ഒരു സുന്നത്ത് നിസ്കാരമില്ല എന്നുള്ളതാണ്. മറിച്ച് രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കൊക്കെ പൊതുവെ ഖിയാമുൽ ലൈൽ എന്ന് പറയും. ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരം നമുക്കറിയാം റമദാനിൽ മാത്രം പ്രത്യേകം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമല്ല, മറിച്ച് റമദാൻ്റെ രാവുകളിലും റമദാൻ അല്ലാത്ത രാവുകളിലുമൊക്കെ തഹജ്ജുദ് നിസ്കാരം സുന്നത്തുണ്ട്. ഈ തഹജ്ജുദ് നിസ്കാരം എല്ലാ രാവുകളിലും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത്. അല്ലാതെ ജമാഅത്ത് രൂപപ്പെടുത്തേണ്ടതില്ല. കാരണം ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമല്ല തഹജ്ജുദ് നിസ്കാരം. അത് റമദാനിൻ്റെ അവസാന പത്തിലെത്തിയാലും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം ഖിയാമുൽ ലൈൽ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. കാരണം രാത്രി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണല്ലോ. ഇനി തഹജ്ജുദ് നിസ്കാരം നമുക്കറിയാം, അവിടെ 2 കണ്ടീഷനുണ്ട്. ഒന്ന്, ഒരാൾ കിടന്നുറങ്ങിയിരിക്കണം. അതേപോലെ തന്നെ ഇശായി നിസ്കാരം നിർവഹിച്ചിരിക്കണം. അപ്പോൾ ആദ്യം ഇശായി നിസ്കാരം നിർവഹിച്ച് ഒരൽപ്പം കിടന്നുറങ്ങി ശേഷം എണീറ്റ് അവനിക്ക് നിസ്കാരം നിർവഹിക്കാം. സുബ്ഹി ബാങ്ക് വരെയാണ് ഇതിൻ്റെ സമയം. ഇനി അതല്ല, ആദ്യം ഒരാൾ കിടന്നുറങ്ങി ശേഷം ഇശായി നിസ്കാരം നിർവഹിച്ചു. ആ ഇശായി നിസ്കാര ശേഷം അവനിക്ക് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാം.
അപ്പോൾ ആദ്യം ഉറക്കം സംഭവിച്ചു, ശേഷം ഇശാ നിസ്കാരം സംഭവിച്ചാലും അതിനുശേഷം തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാം. അതല്ലെങ്കിൽ സാധാരണ പലരും ചെയ്യുന്നത് പോലെ ആദ്യം ഇശാ നിസ്കരിച്ചു, പിന്നെ ശേഷം ഒരു അല്പം ഉറങ്ങി, ആ ഉറക്കിൽ നിന്ന് എണീറ്റതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാം. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാനുള്ള സമയം സുബ്ഹി ബാങ്ക് വരെയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഖിയാമുൽ ലൈൽ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുന്ന മറ്റൊരു നിസ്കാരമാണ് വിത്ത് നിസ്കാരം. കാരണം രാത്രി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണല്ലോ വിത്ത് നിസ്കാരം. ഈ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല. എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. എന്നാൽ വിത്ത് നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കാത്തും അധികരിച്ചത് 11 റക്കാത്തുമാണ്. വിത്ർ നിസ്കാരം റമദാനിൻ്റെ രാവുകളിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. റമദാൻ അല്ലാത്ത രാവുകളിൽ വിത്ർ നിസ്കാരം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത്. റമദാനിലേക്ക് എത്തിയാൽ ജമാഅത്ത് പ്രത്യേകം സുന്നത്താണ്. ജമാഅത്തായി നിർവഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വിത്ർ നിസ്കാരത്തിൻ്റെ കേസിൽ റമദാനിൻ്റെ അവസാനത്തെ 10 മാത്രമല്ല ജമാഅത്ത് സുന്നത്തുള്ളത്. റമദാൻ ആദ്യ രാവ് മുതൽ അവസാന രാവ് വരെ റമദാൻ മുഴുവനും ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഇനി ഈ വിത്ർ നിസ്കാരം നിർവഹിക്കാൻ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബ്ഹി ബാങ്ക് വരെയാണ്. അപ്പോൾ വിത്ർ നിസ്കാരം നിർവഹിക്കാൻ ഉറക്കം സംഭവിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷന് നിർബന്ധമില്ല. ഒരാൾ ഉറങ്ങി എണീറ്റ് ശേഷമാണ് വിത്ർ നിസ്കാരം നിർവഹിക്കുന്നത്, അങ്ങനെ നിർവഹിക്കാം. ഇനി അതല്ല, ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കാരം നിർവഹിച്ച് ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി പലരുടെയും സംശയം, ഈ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് റമദാനിൻ്റെ അവസാനത്തെ 10 പ്രത്യേകം ഒരു സുന്നത്ത് നിസ്കാരമുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് റമദാനിൻ്റെ അവസാനത്തെ 10 മാത്രം പ്രത്യേകം ഒരു സുന്നത്ത് നിസ്കാരമില്ല. ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ ചില പള്ളികളിലൊക്കെ ചിലപ്പോൾ തറാവീഹ് നിസ്കാരം ആദ്യം 20 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയി ഒരല്പം കഴിഞ്ഞ് പിന്നീട് വന്ന് വിത്ർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടാകാം. അതിനൊരു പക്ഷേ ഖിയാമുൽ ലൈൽ എന്ന് അവർ വിളിക്കുന്നുണ്ടാകാം. അങ്ങനെ അർദ്ധരാത്രിക്കൊക്കെ പോയി നമ്മൾ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ പോലും ആ വിത്ർ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് കരുതേണ്ടത് വിത്ർ നിസ്കാരം എന്ന് തന്നെയാണ്. കാരണം വിത്ർ നിസ്കാരമാണ് അവിടെ നിർവഹിക്കുന്നതെങ്കിൽ വിത്ർ നിസ്കാരം തന്നെയാണ് നമ്മൾ നിയ്യത്ത് കരുതേണ്ടത്. വിത്ർ നിസ്കാരം നമുക്കറിയാം ചുരുങ്ങിയത് 1 റക്അത്താണ്, അധികരിച്ചത് പരിപൂർണമായത് 11 റക്അത്താണ്. ഇനി 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും 11 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലൊക്കെ 2-1, ഇപ്പോൾ 11 റക്അത്താണെങ്കിൽ 2-2-2-2-1 എന്ന രൂപത്തിലായിട്ടാണ് വിത്ർ നിസ്കാരം നിസ്കരിക്കേണ്ടത്. ആവശ്യങ്ങളൊക്കെ പലരും പഠിച്ചതാണ്. നേരത്തെ വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യം മനസ്സിലാക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ റമദാനിൻ്റെ അവസാനത്തെ 10 പിന്നീട് രാത്രികളൊക്കെ നല്ല രൂപത്തിൽ നിസ്കാരങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമല്ലോ. അങ്ങനെ റമദാനിലൊക്കെ വിത്ർ നിസ്കാരം അവസാനത്തെ 11 റക്അത്തൊക്കെ പൂർണ്ണമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അതേ സമയത്ത് റമദാനിലെ അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു സുന്നത്ത് നിസ്കാരമില്ല എന്നുള്ളതാണ്. ഖിയാമുൽ ലൈൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരവും വിത്ർ നിസ്കാരവും ഒക്കെ ഖിയാമുൽ ലൈൽ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ്. ഇനി ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് ചിലയിടങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, തറാവീഹ് 20 റക്അത്തിന് പുറമെ 3, 5, 7, 9, 11 ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം വിത്ർ നിസ്കാരമാണ്. ഇനി ഒരാൾ വിത്ർ നിസ്കാരം നിർവഹിച്ചു, ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു ജമാഅത്തായിട്ട്, എന്നിട്ട് 2 റക്അത്ത് വിത്ർ നിസ്കാരം നിർവഹിച്ചു, പിന്നീട് എണീറ്റ് 1 റക്അത്തിന് നിസ്കരിക്കാം. വിത്ർ നിസ്കാരം ഒന്നിരിക്കൽ 1 റക്അത്ത്, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9, അല്ലെങ്കിൽ 11 ഇങ്ങനെയാണ് വിത്ർ നിസ്കാരം പൂർത്തീകരിക്കേണ്ടത്. അതല്ലാതെ വിത്ർ നിസ്കാരത്തിൻ്റെ അവിടെ ഈവൻ നമ്പറായിട്ട് നമ്മൾ അവസാനിപ്പിക്കരുത്. അതായത് 2, 4 എന്നുള്ള രൂപത്തിൽ നമ്മൾ അവസാനിപ്പിക്കരുത്. ഒറ്റ നമ്പറുകളായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. മാക്സിമം 11 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വിഷയം അവസാനിക്കുകയാണ്. ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഖിയാമു റമദാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് തറാവീഹ് നിസ്കാരം തന്നെയാണ്. ഖിയാമുൽ ലൈൽ എന്ന് വെച്ചാൽ പൊതുവെ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കൊക്കെ ഖിയാമുൽ ലൈൽ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ തഹജ്ജുദ് നിസ്കാരവും ഖിയാമുൽ ലൈലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്.
വിത്ത് നിസ്കാരവും ഖിയാമുലിൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ്. ഇനി അവസാന പത്തിലെത്തുമ്പോൾ നമ്മൾ രാത്രി സമയം മാക്സിമം നിസ്കാരങ്ങളെ കൊണ്ടും അതേപോലെ മറ്റു ഇബാത്തുകളെ കൊണ്ടും നമ്മൾ ധന്യമാക്കണം. അങ്ങനെ ആവുമ്പോൾ വിത്ത് നിസ്കാരങ്ങളൊക്കെ നേരത്തെ 3 നിസ്കരിച്ചിരുന്ന ആളുകൾ അവസാന പത്തിലെത്തുമ്പോൾ 11 പൂർണ്ണമാക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അവസാനത്തെ പത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് പ്രത്യേകമായൊരു സുന്നത്ത് നിസ്കാരം ഇല്ല എന്നുള്ളതാണ്. ആ വിഷയം മനസ്സിലാക്കാം. പലരുടെയും സംശയമാണ്. മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയം ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക. ഏറ്റവും ലളിതമായ രൂപത്തിൽ ഇസ്ലാമിക് വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിസ്കാരം, വുളു, കുളി അങ്ങനെ തുടങ്ങിയ ഓരോ വിഷയങ്ങളും, സക്കാത്ത്, ഹജ്ജ്, ഉംറ അങ്ങനെ തുടങ്ങിയ ഓരോ വിഷയങ്ങളും ക്ലാസ് നോട്ട്സ് അടക്കം എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം സമയങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹിക്മ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് നിസ്കാരത്തിൻ്റെ സെപ്പറേറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഖുർആൻ ആൻഡ് തജ്വീദ് പ്രാക്ടിക്കൽ കോഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി വേറൊരു വിഷയം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. റമദാൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട രാവുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് നല്ലൊരു റിലീഫ്, അതായത് നല്ലൊരു ചാരിറ്റി പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക്, ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ അയച്ചു തരണമെന്നത് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.